ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കുറേ പേർക്ക് ഇൻ്റർനെറ്റ് സ്പീഡ് കുറവായിരിക്കും, അല്ലെങ്കിൽ ചിലവർക്ക് റേഞ്ച് കൂടുതലായിരിക്കും, എന്നാലും ഇവിടെ ഇൻ്റർനെറ്റ് സ്പീഡ് കുറവ് തന്നെ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് ടിപ്സാണ്. ടിപ്സ് എന്ന് പറയാൻ പറ്റില്ല, ചില ട്രിക്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ടാണ്, എന്നാലേ നമുക്ക് നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ആദ്യത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ട്രിക്ക് ചെയ്യാൻ വേണ്ടി ആദ്യമേ നമ്മളുടെ സെറ്റിങ്സിലേക്ക് പോവുക. ഗൈസ്, നമ്മുടെ സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം നമുക്ക് ജസ്റ്റ് നമ്മളുടെ അബൌട്ട് ഫോൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഗൈസ്, അബൌട്ട് ഫോൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റേറ്റസ് എന്ന് വരും, അല്ലെങ്കിൽ സിം സ്റ്റേറ്റസ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ആ ഓപ്ഷനിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കാണാവുന്നതാണ് സിഗ്നൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന സംഭവം. ഇവിടെ നമുക്ക് -90 -80 അത് നിങ്ങൾക്ക് അവിടെ ഇവിടെ പോകും. ഗൈസ്, അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ എല്ലാ സ്ഥലത്തും ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. നിങ്ങൾക്ക് ഏത് സ്ഥലത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ -70 -80 അവിടെ വരെയൊക്കെ ഏറ്റവും കുറഞ്ഞ വരെ എത്തുന്ന, ഏറ്റവും കുറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ സ്പീഡ് കൂടുന്നതായിരിക്കും. ഏറ്റവും നല്ല സ്പോട്ട് എന്ന് വെച്ചാൽ -70 ആണ്. അതാകുമ്പോൾ നമുക്ക് നല്ലോണം നെറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളെ നെറ്റ് സ്പീഡ് കൂടുതലാണോ കുറവാണോ. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ട്രിക്കാണ്, നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കിയാൽ നല്ലൊരു ട്രിക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ട്രിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് നമ്മളുടെ ഫോണിൻ്റെ നമുക്ക് നോട്ടിഫിക്കേഷൻ പാനൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ താരോട്ടാക്കിയതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എയറോപ്ലെയിൻ മോഡില്ലേ അത് ആദ്യമേ തന്നെ നമ്മളൊന്ന് ഓണാക്കി വെക്കുക. ഓണാക്കിയതിന് ശേഷം ഒരു 20 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് അത് വീണ്ടും ഒന്ന് ഓഫ് ചെയ്യുക. അതിനുശേഷം ഗൈസ്, നമ്മളുടെ സ്പീഡ് എന്ന് വെച്ചാൽ നല്ലോണം കൂടുന്നതായിരിക്കും. ഇപ്പം നമ്മളുടെ 2 KB 10 KB അത്രയാണെങ്കിൽ നമ്മുടെ അത് 30 KB 40 KB വരെയൊക്കെ നല്ല രീതിയിൽ നമുക്കത് ഇൻക്രീസ് ആവും. എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ നമ്മളുടെ കുറഞ്ഞ കേബിയിൽ നിന്ന് അത് കൂടിക്കോളും. കാരണം പുതിയതായിട്ട് കട്ടായിട്ട് വീണ്ടും തുടങ്ങുന്നതാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ട്രിക്കാണ്, നിങ്ങൾ എന്തായാലും ഇതും കൂടി യൂസ് ചെയ്ത് നോക്കിയാൽ. അപ്പോൾ നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജിയോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ വരുന്നൊരു ട്രിക്കായിരിക്കും. ഇത് എന്തായാലും 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ട്രിക്കായിരിക്കും. ഇപ്പോൾ ഗൈസ്, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഇപ്പോൾ ജിയോൻ്റെ സിം ഉണ്ടെങ്കിൽ, നിങ്ങളതിലും ജിയോൻ്റെ സിം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് ഡൗൺലോഡിൽ ഇട്ടതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങൾ ആ മറ്റേ ജിയോ സിം ഉള്ള ഫോണിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക. കോൾ ചെയ്തതിന് ശേഷം നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് എൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഡൗൺലോഡ് നോക്കിയാൽ അത് ഡൗൺലോഡായി ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് ഡൗൺലോഡായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇത് ഭയങ്കര യൂസ്ഫുൾ ട്രിക്കാണ്. പിന്നെ ഗൈസ്, ഇത് വേറെ കുറേ നമുക്ക് എയർടെൽ കിട്ടും, വോഡഫോൺ കിട്ടും. പക്ഷേ ഗൈസ്, അതിനകത്തൊന്നും ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോൺ വെച്ച് വിളിക്കുമ്പോഴത്തേക്കും ജിയോൻ്റെ നെറ്റ് നമുക്ക് കട്ടായി പോകത്തില്ല. പക്ഷേ ബാക്കിയുള്ള എയർടെൽ ആയാലും വോഡഫോൺ ആയാലും അതിൻ്റെയൊക്കെ നമുക്ക് നെറ്റ് കട്ടായി പോകും നമ്മൾ വിളിക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ട്രിക്കാണ്, നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അടുത്ത ട്രിക്കിലേക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു നെറ്റും ഇതുവരേക്കും കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഇതിനു വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ സിഗ്നൽ. ഗൈസ്, ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഈ ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ വെച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന സിം ഏതാണെന്ന് ഇത് കണ്ടുപിടിച്ച് തരും. ഗൈസ്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മളുടെ വൈഫൈൻ്റെ സ്പീഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതുപോലത്തെ കുറേ ഫീച്ചേഴ്സ് ഈ ആപ്ലിക്കേഷനിലുണ്ട്. ഗൈസ്, ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഫുൾ റിവ്യൂ നിങ്ങൾക്ക് എങ്ങനെ ഇത് എല്ലാം ഓപ്പറേറ്റ് ചെയ്യണം അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ ഇതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരേക്കും ബൈ.